വെൽക്കം ബാക്ക് എഗെയിൻ. അപ്പം നമ്മുടെ അഞ്ചാമത്തെയും ആറാമത്തെയും ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ വെയിറ്റേജിന് ക്വസ്റ്റ്യൻസ് നമ്മുടെ ആനുവൽ എക്സാമിന് ബയോളജിയിൽ വരിക. അപ്പൊ ഏറ്റവും കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട രണ്ട് ചാപ്റ്റേഴ്സ് കൂടി ആയതുകൊണ്ട് അതിലെ ഏറ്റവും ചോദ്യങ്ങളും എല്ലാ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസും ആയിട്ടാണ് മിസ് വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് വേഗം തന്നെ പോവാം. അനലൈസ് ദ ഗിവൻ ഫുഡ് ചെയിൻ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ഗിവൻ ബിലോ. ഇവിടെ തന്നിട്ടുള്ള ഫുഡ് ചെയിൻ ആണ്. ഈ ഫുഡ് ചെയിൻ നോക്കിയിട്ട് നമ്മൾ എഴുതണം. ഇൻ ദീസ് ഫുഡ് ചെയിൻ എ ബി ലയൺ ആൻഡ് ടൈഗർ ബിലോങ് ടു വിച്ച് ടോപ്പിക് ലെവൽ. എയും ബിയും ഏത് ടോപ്പിക് ലെവലിലാണ് നമ്മൾ കാണുന്നതെന്നാണ്. അപ്പൊ നിങ്ങൾ നോക്ക്, എയിലെ ലയൺ എന്ന് പറയുന്നത് 4th ടോപ്പിക് ലെവലിലാണ് അല്ലെ, 4ാം പോഷണ തലത്തിലാണ്. ആൻഡ് ലയൺ എന്ന് പറയുന്നത് നമുക്ക് 4ാം പോഷണ തലമാണ് കിട്ടി. ബിയിൽ ടൈഗർ എന്ന് പറയുന്നതോ 3rd ടോപ്പിക് ലെവലാണ് അല്ലെ, 3rd ടോപ്പിക് ലെവലാണ്, 3ാം പോഷണ തലം. അത് രണ്ടും കിട്ടിയല്ലോ. ഇനി വാട്ട് ഈസ് ദ റോൾ ഓഫ് ദീസ് ഓർഗാനിസംസ് മെയിൻറ്റെയിനിങ് ഇക്കോളജിക്കൽ ബാലൻസ്. പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്തൽ ഈ ജീവികളുടെ പങ്ക് എന്താണെന്നാണ് ചോദ്യം. അപ്പൊ നമുക്ക് എന്താ എഴുതാം? കൺട്രോൾ ദ പോപ്പുലേഷൻ ഓഫ് പെസ്റ്റ് പ്രെഡേറ്റേഴ്സ് മെയിൻറ്റെയിൻ ദ നമ്പർ ഓഫ് ഈച്ച് ഓർഗാനിസം അല്ലെ. ഒരു ഫുഡ് ചെയിനില് ഒരു ആള് കുറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ മുന്നിലുള്ള ആൾക്കാരെയും ബാധിക്കും, പുറകിലുള്ള ആൾക്കാരെയും ബാധിക്കും. ഇപ്പൊ നിങ്ങൾ ഇവിടെ നോക്കുക, ഹെന്ന് പോയി കഴിഞ്ഞാൽ ഫോക്സിന് ഭക്ഷണം കിട്ടാതെയാകും. അതുപോലെ തന്നെ പാഡ് ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കും അല്ലെ, അത് കഴിക്കാനുള്ള ഇല്ലാതാവും. ഇതേപോലെ തന്നെ നമ്മൾ ഒരു ആവാസ വ്യവസ്ഥ എടുക്കുമ്പം അതിലുള്ള ഒരു ജീവി കുറയുമ്പോൾ അതിലെ പ്രെഡേറ്റേഴ്സിന്റെ എണ്ണം കുറയുകയും ചെയ്യും, അതിലുണ്ട പെസ്റ്റിന്റെ എണ്ണം കൂടുകയും ചെയ്യും. അപ്പൊ ഇതാണ് നമ്മൾ പറയുന്നത്. അപ്പൊ എല്ലാവരുടെയും എണ്ണത്തിന്റെ നമ്പർ ഒരു ബാലൻസ് കീപ്പ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഫുഡ് ചെയിനിൽ ആൾക്കാർ കൺട്രോൾ ചെയ്യണമെങ്കിൽ വലിയൊരു റോള് തന്നെയുണ്ട്. റൈറ്റ് ടു മെസ്സേജ് ഫോർ ദ കൺസർവേഷൻ ഓഫ് ദീസ് ഓർഗാനിസം ഫോർ പ്രിപ്പയറിംഗ് എ പോസ്റ്റർ. ഒരു പോസ്റ്റർ നിർമ്മിക്കാൻ നമ്മൾ ചേർക്കേണ്ട അല്ലെങ്കിൽ ബയോഡൈവേഴ്സിറ്റി കൺസർവേഷനുമായി ബന്ധപ്പെട്ട 2 പോയിന്റ് ആണ്. സ്റ്റോപ്പ് ഹണ്ടിങ് വൈൽഡ് ആനിമൽ, വന്യമൃഗങ്ങളെ വേട്ടയാടുന്നത് നിർത്തുക. കൺസർവ് ലൈഫ്, കൺസർവ് നേച്ചർ, ജീവികളെ സംരക്ഷിക്കുക, പ്രകൃതിയെ രക്ഷിക്കുക. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. റൈറ്റ് ഡൗൺ നെയിം ഓഫ് 2 ഓർഗനൈസേഷൻ വർക്ക് ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് നേച്ചർ. നമ്മുടെ പരിസ്ഥിതി സംരക്ഷണത്തിനായിട്ട് പ്രവർത്തിക്കുന്ന ഇത് 2 സംഘടനകളുടെ പേര് എഴുതാനാണ്. IUCN WWF എഴുതാം, പകരം ഇതിന് ഫുൾ ഫോം ആയിട്ടും ചോദിക്കാം. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ അല്ലെങ്കിൽ വേൾഡ് ഫൈറ്റ് ഫണ്ട് ഫോർ നേച്ചർ എന്ന് പഠിച്ചു വെക്കാം. ചൂസ് ദ കറക്റ്റ് ആൻസർ. ട്രോഫിക് ലെവൽ ഇസ് അബൌട്ട് ആൻ ഓർഗാനിസംസ് പൊസിഷൻ ഇൻ എ ഫുഡ് ചെയിൻ. ശരിയാണല്ലോ. ഭക്ഷ്യശൃംഖലയിലെ ഒരു ജീവിയുടെ സ്ഥാനത്തെ കുറിക്കുന്ന പദമാണ് പോഷണതലം. അടുത്തത്, സിൻസ് ഫുഡ് ചെയിൻ സ്റ്റാർട്ട് വിത്ത് ഹെർബിവോർ ദേ ക്യാൻ ബി പ്ലേസ്ഡ് അറ്റ് ദ ഫസ്റ്റ് ലെവൽ ഓഫ് ന്യൂട്രീഷൻ. ഭക്ഷ്യശൃംഖലകൾ ആരംഭിക്കുന്ന സസ്യാഹാരികളിൽ നിന്ന് ആകിയാൽ അവയെ 1ാം പോഷണ തലത്തിൽ പെടുത്താം. അപ്പൊ നമുക്ക് പറയാം, ഹെർബിവോർസ് എന്ന് പറയുന്നത് ഫുഡ് പ്ലാന്റ്സിനെ കഴിക്കുന്നവരാണ്. അവർ എപ്പോഴും 2ാമത്തെ ടോപ്പിക് ലെവൽ അല്ലെങ്കിൽ 2ാമത്തെ പോഷണ തലത്തിലാണ് വരിക. അപ്പോൾ 1ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്, 2ാമത്തേത് തെറ്റുമാണെന്ന് പറയാം. സോ സ്റ്റേറ്റ്മെന്റ് 1 is true and 2 is false. അപ്പൊ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? എ ആണ് കറക്റ്റ് ഓപ്ഷൻ. ഐഡന്റിഫൈ വേർഡ് പെയർ റിലേഷൻഷിപ്പ് ഫില്ലിംഗ് ദ മിസ്സിംഗ് പാർട്ട്. ഓൾസോ റൈറ്റ് ദി റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദി പെയേഴ്സ് ഓഫ് വേർഡ്. അപ്പൊ നോക്കാം, പദജോടി ബന്ധം തിരിച്ചറിഞ്ഞ് വിട്ടുപോയ ഭാഗം പൂരിപ്പിക്കുക. പദജോടികൾ തമ്മിലുള്ള ബന്ധവും എഴുതുക. ഓക്കെ. അപ്പൊ പാരസൈറ്റിക് ലൈഫ് ലൊറാന്തസും മാംഗോ ട്രീയിൽ നമുക്ക് പറഞ്ഞു ഏതാണ്? പാരസൈറ്റിക് ലൈഫാണ്. മാംഗോ ട്രീയും ഓർക്കിഡും അല്ലെങ്കിൽ മാംഗോ ട്രീയും വാൻഡയും ചോദിച്ചാൽ ഏതാണ് ഓപ്ഷൻ? ഓപ്ഷൻ എ കമൻസാലിസം ആണ് വരിക. എ പിക്ചർ ഓഫ് ലിവിംഗ് റിലേഷൻഷിപ്പ് ഇസ് ഗിവൺ ബിലോ. ലുക്ക് അറ്റ് ദ പിക്ചർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. അപ്പൊ പൂവും പൂമ്പാറ്റേനെ തന്നിട്ട് നമുക്കറിയാം മ്യൂച്വലിസം ആണ്. ആൻഡ് ഇവരുടെ പ്രത്യേകത എന്താ? ബോത്ത് ഓർഗാനിസം ആർ ബെനിഫിഷ്യൽ അല്ലെ, 2 ജീവികൾക്കും ഗുണകരമാണ് ഈ ഒരു റിലേഷൻ എന്ന് പറയുന്നത്. മ്യൂച്വലിസം, ബോത്ത് ആർ ബെനിഫിഷ്യൽ. അപ്പൊ നമുക്ക് എന്ത് പറയാം? പോസിറ്റീവ്. List the following statements accordingly. അപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി, നാഷണൽ പാർക്ക്, കമ്മ്യൂണിറ്റി റിസർവ് തന്നിട്ടുള്ള പോയിന്റ്സിനെ ഓരോന്നിനെ സ്പെസിഫിക് ആയിട്ട് എഴുതിയാൽ മതി. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കാം, വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണ് ആദ്യം വരുന്നത്. അപ്പൊ വൈൽഡ് ലൈഫ് സാങ്ച്വറിന്റെ എക്സാമ്പിൾ ആണ് ഏത്? ഫോറസ്റ്റ് ഏരിയ ഡിക്ലെയർ ടു പ്രിവെന്റ് എക്സ്റ്റെൻഷൻ ഓഫ് വൈൽഡ് ലൈഫ് ബൈ പ്രൊട്ടക്ടിങ് ഹാബിറ്റാറ്റ് അല്ലെ, വന്യജീവികളുടെ വംശനാശത്തിനെതിരെ നമ്മൾ സംരക്ഷിക്കുകയാണ്. അതുപോലെ വയനാട്, പേപ്പാറ വയനാട് നമ്മൾ പഠിക്കുന്നതാണ്. ഇത് 2 എക്സാമ്പിൾ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ. നാഷണൽ പാർക്ക് ആണെങ്കിലോ, നാഷണൽ പാർക്കിന് വരുന്നതാണ് പാമ്പാടൻചോല എക്സാമ്പിൾ ആണ് നാഷണൽ പാർക്കിന്. ബി. പിന്നെ നമുക്ക് പറയാം ജനവാസ കേന്ദ്രങ്ങൾക്കിടയിൽ പരിസ്ഥിതി പ്രാധാന്യമേറിയ പ്രദേശം അല്ലെ, ഇക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ബിറ്റ്വീൻ സെറ്റിൽമെന്റ് ആണ് നാഷണൽ പാർക്ക്. കമ്മ്യൂണിറ്റി റിസർവ് ആണെങ്കിലോ ഡയലോഗ് വിത്ത് വൈൽഡ് ലൈഫ് കൺസർവേഷൻ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് കൺസേർവ് ചെയ്യുന്നതാണ്. ടോപ്പോഗ്രഫി ഓഫ് എൻ ഏരിയ ആൻഡ് ഏരിയ പ്രൊട്ടക്റ്റഡ് വിത്ത് പബ്ലിക് പാർട്ടിസിപ്പേഷൻ. പൊതുജന പങ്കാളിത്തത്തോടെ സംരക്ഷിക്കുന്ന ഒന്നാണ് എന്ത്? കമ്മ്യൂണിറ്റി റിസർവ് എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. സോ അടുത്ത് നോക്കാം, ചൂസ് ദ ഇൻകറക്റ്റ് പെയർ. തന്നിട്ടുള്ളതില് ശരിയായ ജോഡികൾ അല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ്. അപ്പൊ ഇവിടെ നമുക്ക് നോക്കാം, പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി തന്നിട്ടുണ്ട്. Okay,
പേപ്പാറ വൈൽഡ് ലൈഫ് സാങ്ച്വറി. കടലുണ്ടി ഇക്കോളജിക്കൽ സ്പോട്ട് ആണോ? കടലുണ്ടി ഇക്കോളജിക്കൽ സ്പോട്ട് ആണോ? നീലഗിരി ബയോസ്ഫിയർ റിസർവ്, ഇരവികുളം നാഷണൽ പാർക്ക്, ദെൻ വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി. വയനാട് വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓക്കെ, അത് കറക്റ്റ് ആണ്, കിട്ടി നമുക്ക്. ആൻഡ് അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ പേപ്പാറ വന്യജീവി സങ്കേതം, ഇവിടെ നോക്കുക, കടലുണ്ടി എന്ന് പറയുന്നത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആണോ? അല്ല, കടലുണ്ടി എന്ന് പറയുന്നത് ഇന്ത്യൻ എക്സാമ്പിൾ, കമ്മ്യൂണിറ്റി റിസർവിന്റെ എക്സാമ്പിൾ ആണ്. അത് ഇക്കോളജിക്കൽ ഹോട്ട്സ്പോട്ട് ആയിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല. സോ അല്ലാത്തവ തിരഞ്ഞെടുക്കാനാണ്, അത് തെറ്റാണ്. ഇരവികുളം നാഷണൽ പാർക്ക് ശരിയാണ്, വന്യജീവി എന്ന വയനാട് ശരിയാണ്. നീലഗിരി എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ്. ഓക്കെ ഓക്കെ, റെഡി. അപ്പൊ ഇതുപോലെ ഈ പറയുന്ന എക്സാമ്പിൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, രണ്ടിന്റെയും എക്സാമ്പിൾ തന്നാൽ നമ്മൾ എഴുതാൻ പഠിച്ചു വെക്കണമെന്ന്. അപ്പൊ ക്വസ്റ്റ്യൻ വന്നാൽ ഇത് മാറിപ്പോകരുത്. നീലഗിരി എന്ന് പറയുന്നത് ബയോസ്ഫിയർ റിസർവ് ആണ്, ബാക്കിയെല്ലാം കറക്റ്റ് ആണ്. കടലുണ്ടി എന്ന് പറയുന്നത് നമ്മൾ കമ്മ്യൂണിറ്റി റിസർവ് പറയുന്നതാണ്. ജീൻ ബാങ്ക് ആർ എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ് അല്ലെ? ജീൻ ബാങ്കുകൾ ഒരു എക്സിറ്റീവ് കൺസർവേഷൻ രീതിയാണ്. ജീൻ ബാങ്കുകൾ എന്നാൽ എന്താണ്? ഒരു ഉദാഹരണം എഴുതാനാണ്. നമുക്കറിയാം സീഡ്സിനെയും ഗമീറ്റ്സിനും ഒക്കെ കൺസർവ് ചെയ്യുന്ന ഒരു എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ് ആണെന്ത്? നമ്മുടെ ജീൻ ബാങ്ക് എന്ന് പറയുന്നത്. ജീൻ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിറ്റീവ് കൺസർവേഷൻ മെത്തേഡ് ആണ്. എക്സിറ്റീവ് കൺസർവേഷൻ. എക്സിറ്റീവ് കൺസർവേഷൻ. ആൻഡ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവരുടെ പ്രത്യേകത എന്താണ്? വിത്തുകൾ, ബീജങ്ങൾ, വിത്തുകൾ അതുപോലെ ബീജങ്ങൾ ശേഖരിച്ച് സംരക്ഷിച്ചു വെക്കുന്നു അല്ലെ? സീഡ്സ് അതുപോലെ ഗമീറ്റ്സ് ആർ കളക്റ്റഡ് ആൻഡ് കൺസർവ്ഡ്. അപ്പൊ ഇതാണ് എന്താ ജീൻ ബാങ്കുകൾ എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾ നമുക്ക് എഴുതാം, RGCB. RGCB ഏതാം? ട്രിവാൻഡ്രം. RGCB തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ ഇത് എക്സാമ്പിൾസ് ആയത് പഠിച്ചു വെക്കാം കേട്ടോ. ആൻഡ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻസിലേക്ക് പോകാം. ഓക്കെ, അത് വേണ്ട, അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, എക്സാമ്പിൾസ് ഫോർ സം റിലേഷൻസ് എമംഗ് ലിവിംഗ് ഓർഗാനിസം. എക്സാമ്പിൾ കൊടുക്കാനാണ്. ഫ്ലവർ ആൻഡ് ബട്ടർഫ്ലൈ, പൂവും പൂമ്പാറ്റയും എന്തിന്റെ എക്സാമ്പിൾ ആണ്? മ്യൂച്വലിസത്തിന്റെ എക്സാമ്പിൾ ആണ്. മാംഗോ ട്രീ ആൻഡ് ലൊറാന്തസ്. മാംഗോ ട്രീ ലൊറാന്തസ് ഏതാണ്? പാരസൈറ്റിസം. പാരസൈറ്റിസം, പരാത ജീവനം. ഓക്കെ, യെസ്. നെയിം ദി ഇക്കോളജിക്കൽ റിലേഷൻ ഓഫ്, ഇത് A and B വേണ്ട, അനലൈസ് റിലേഷൻ. ഓക്കെ, ഇത് രണ്ടും എക്സാമ്പിൾ ആയിട്ട് പഠിച്ചു വെക്കാം. മ്യൂച്വലിസവും പാരസൈറ്റിസവും ആണ് ഇവർ തമ്മിലുള്ള റിലേഷൻ എന്ന് മനസ്സിലാക്കുക. ഇക്കോളജിക്കൽ ഇന്ററാക്ഷൻ ക്ലിയർ ആയല്ലോ. ഇനി നമ്മൾ റീപ്രൊഡക്ഷൻ ചാപ്റ്ററിലേക്ക് പോകുമ്പോൾ എഗ്സ് കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. എഗ്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. ജനറേറ്റീവ് ന്യൂക്ലിയസ്. ജനറേറ്റീവ് ന്യൂക്ലിയസ് ആണ്. റൈറ്റ് ദ ചെയിൻ ദാറ്റ് ടേക്സ് പ്ലേസ് എഗ്സ് ആഫ്റ്റർ പോളിനേഷൻ. എന്താ സംഭവിക്കുന്ന മാറ്റം? അവിടെ വെച്ച് പുംബീജത്തിന് എന്ത് മാറ്റമാണ് സംഭവിക്കുന്നതെന്നാണ് ചോദ്യം. പുംബീജം ഡിവൈഡ് ചെയ്ത് ഗമീറ്റ് ആയിട്ട് മാറുന്നു അല്ലെ? 2 ഗമീറ്റുകളായിട്ട് മാറുന്നു. പുംബീജകൾ വിഭജിച്ചാണ്, അല്ല, ജനറേറ്റീവ് ന്യൂക്ലിയസ് വിഭജിച്ചാണ് 2 പുംബീജങ്ങളായി മാറുന്നത്. സോ ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ് ആൻഡ് ഫോം 2 മെയിൽ ഗമീറ്റ്സ്. അതാണ് പോളിനേഷൻ നടന്നു കഴിയുമ്പോൾ സംഭവിക്കുന്നത്. ഓക്കെ, 2 male gametes are formed. പുംബീജങ്ങൾ ഉണ്ടാകുന്നു. പരാഗരേണു പുറത്തേക്ക് വന്നല്ലെങ്കിൽ ഈ പറയുന്ന പരാഗ നാളെ പുറത്തോട്ട് വന്നതിന് ശേഷം മെയിൽ ഗമീറ്റ്സ് 2 പ്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. അറ്റ് വിച്ച് പാർട്ട് ഓഫ് ഹ്യൂമൻ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഡസ് ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്? ബീജ സംയോഗം നടക്കുന്നത് എവിടെയാണ്? ഒവിഡക്റ്റ് ആണ് അല്ലെ? അണ്ടവാഹിയിൽ വെച്ചിട്ടാണ്. വാട്ട് ആർ ദ ഫീച്ചേഴ്സ് ഓഫ് സ്പേം ദാറ്റ് ഹെൽപ്പ് ഇറ്റ് ടു റീച്ച് അതർ? അവിടെ എത്തുന്നതിന് പുംബീജം സഹായിക്കുന്ന സവിശേഷതകൾ എന്താണ്? സ്മോൾ ആണ്, അതുപോലെ തന്നെ മൈക്രോസ്കോപ്പിക് ആണ്, ദെൻ ഇറ്റ് ഈസ് മൊട്ടൈൽ, ചലനശേഷി ഉള്ളവരാണ് അല്ലെ? അപ്പൊ അതാണ് അവർക്ക് എന്ത് ചെയ്യുന്നത്? മൂവ് ചെയ്യാൻ അവരെ സഹായിക്കുന്നത്, സ്പേമിനെ മൂവ് ചെയ്യാൻ സഹായിക്കുന്നത്. മോഡ്സ് ഓഫ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ 2 ഓർഗാനിസംസ് ആർ സ്റ്റേറ്റഡ് ബിലോ. 2 ജീവികളിലെ അലൈംഗിക പ്രജനന രീതികൾ നൽകിയിരിക്കുന്നു. ബഡ്സ് ഫോം ഫ്രം ദ പാരന്റ്, മനുഷ്യ ശരീരത്തിൽ നിന്നും മുകുളങ്ങൾ രൂപപ്പെടുന്നു. അതിനെ നമ്മൾ പറയുന്നത് ബഡ്ഡിംഗ് എന്നാണ്, മുകുളനം. സെൽസ് ഡിവൈഡ് ഇൻടു 2 ന്യൂ സെൽസ്, അതിനെ നമ്മൾ പറയുന്നത് ബൈനറി ഫിഷൻ. ദ്വിവിഭജനം.
ഓക്കെ, 2 പ്രോസസ്സ് സെറ്റാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആക്ടിവിറ്റി ടേക്സ് പ്ലേസ് ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ ഇൻ പ്ലാന്റ്സ്? Pollen tube grows, eggs is formed, male gametes are formed. Pollen tube ഉണ്ടാകുന്നു, male gametes are formed. അല്ലെ, പൂവും പൊടിക്കുഴൽ വളരുന്നു, ആൺ ഗമീറ്റുകൾ രൂപപ്പെടുന്നു. Which part help in transportation of material without mixing maternal and fetal blood? അത് ഇതിനെ സഹായിക്കുന്നത് പ്ലാസന്റയാണ് സഹായിക്കുന്നത്. Sequentially arrange the process takes place after pollination in the plant. ആദ്യം എന്താ സംഭവിക്കുന്നത്? ജനറേറ്റീവ്, ഓക്കെ, pollen tube ഡെവലപ്പ് ചെയ്യുന്നു, ജനറേറ്റീവ് ന്യൂക്ലിയസ് ഡിവൈഡ്, male gametes are formed, zygote is formed, then embryo is formed. ആദ്യം പൂമ്പടി കുഴല് വളരുന്നു, എന്താണ്, ആൺ ഗമീറ്റുകൾ രൂപപ്പെടുന്നു, ജനറേറ്റീവ് ന്യൂക്ലിയസ് രൂപപ്പെടുന്നു, ആൺ ഗമീറ്റുകൾ രൂപപ്പെടുന്നു, ആൺ ഗമീറ്റുകൾ രൂപപ്പെട്ട് കഴിഞ്ഞ് സൈഗോട്ട് രൂപപ്പെടുന്നു, അതിനുശേഷം ഭ്രൂണം ഡെവലപ്പ് ചെയ്യുന്നു. ഇതിന്റെ ഓർഡർ പഠിച്ചു വെക്കാനാണ്. എക്സസീവ് ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് ഓഫ് ഫുഡ് മെറ്റീരിയൽ അഡ്വേഴ്സ്ലി എഫക്ട് ദി ഹെൽത്ത്. ഭക്ഷണ വസ്തുക്കളുടെ അമിതമായ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്നു. ശരിയല്ലേ? നമ്മുടെ ആരോഗ്യത്തിനനുസരിച്ച് നമ്മുടെ ഇപ്പൊ കൗമാര കാലഘട്ടമാണ് പ്രത്യേകം അത് സൂചിപ്പിക്കുന്നത്. കൗമാര കാലഘട്ടത്തിൽ പ്രത്യേകമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിയിലുള്ള ഭക്ഷണം ശ്രദ്ധിക്കണം, ബ്രേക്ക്ഫാസ്റ്റ് ഒഴിവാക്കാൻ പാടില്ല, ഹെൽത്തി ഡയറ്റ് കീപ്പ് ചെയ്യണം, വറുത്തതും പൊരിച്ചതും ഒഴിവാക്കുക, ഉപ്പും അതുപോലെ ഷുഗറൊക്കെ കൂടിയ കണ്ടിട്ടുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുക. അപ്പൊ എല്ലാം നല്ല രീതിയിൽ പ്രോപ്പർ ആയിട്ടൊരു ഫുഡ് ഡയറ്റ് കീപ്പ് ചെയ്യേണ്ട സമയമാണത്. ആരോഗ്യത്തിനും വ്യക്തി ശുചിത്വം പോലെ പ്രധാനമാണ് വീട്ടിലെ ശുചിത്വം, സാമൂഹിക ശുചിത്വം. ആരോഗ്യത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നയിച്ച ഡോക്ടറുടെ ഈ അഭിപ്രായത്തോടെ നിങ്ങൾ യോജിക്കുന്നു. എന്തുകൊണ്ട്? ഇതുപോലത്തെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരും. ഓക്കെ, അപ്പൊ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമ്മുടേതായ രീതിയിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ മതി. അപ്പൊ ഇത് എഴുതാനുള്ള പോയിന്റ്സ് മിസ് പറഞ്ഞുതരാം. അപ്പൊ നിങ്ങളുടേതായ രീതിയിൽ നിങ്ങൾക്ക് ഇത് ആൻസർ ചെയ്യാവുന്നതാണ്. അപ്പൊ ഇതിൽ സോഷ്യൽ ഹൈജീനും അതുപോലെ ഹോം ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്, പേഴ്സണൽ ഹൈജീൻ. ഡു യു അഗ്രി വിത്ത് ദിസ് ഒപ്പീനിയൻ? ഡോക്ടർ വിൽ ലെഡ് ആൻ അവയർനെസ് ക്ലാസ് ഓൺ ഹെൽത്ത് എന്നാണ്. നമുക്കറിയാം പേഴ്സണൽ ഹൈജീൻ ഇമ്പോർട്ടന്റ് ആണ്, എങ്കിലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുള്ളൂ, അവോയ്ഡ് ഡിസീസസ്, അല്ലെ, ഡിസീസസിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ രോഗങ്ങളെ പ്രതിരോധിക്കാനും ആരോഗ്യം സംരക്ഷിക്കാനും ഒക്കെ എന്താണ് നമ്മുടെ പേഴ്സണൽ ഹൈജീൻ, അതുപോലെ സോഷ്യൽ ഹൈജീൻ, ഫാമിലി ഹൈജീൻ ഒക്കെ നമ്മൾ പ്രധാനപ്പെട്ടതാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇതും അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലെവൽ ക്വസ്റ്റ്യൻ ആണ്. ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡ്രോ ദ ഫിഗർ, ഐഡന്റിഫൈ ആൻഡ് ലേബിൾ ദ പാർട്ട് ബേസ്ഡ് ഓൺ ദി ഇൻഡിക്കേറ്റേഴ്സ് ഗിവൻ ബിലോ. പാർട്ട് വിച്ച് പ്രൊഡ്യൂസ് ഫീമെയിൽ ഹോർമോൺ, പാർട്ട് വേർ ഫെർട്ടിലൈസേഷൻ ടേക്സ് പ്ലേസ്. നമുക്ക് ഈ ഭാഗം അറിയാലോ. ഹോർമോണുകൾ ഉത്പാദിപ്പിക്കുന്നത് നമ്മുടെ ഓവറിയാണ്, അണ്ടാശയമാണ്. ബീജ സംയോഗം നടക്കുന്നത് എവിടെ വെച്ചിട്ടാണ്? ഫലോപ്പിൻ ട്യൂബ്, ഓവിഡക്ട് വെച്ചിട്ടാണ്. ആൻഡ് വീണ്ടും സെയിം ക്വസ്റ്റ്യൻ നിങ്ങൾ ശ്രദ്ധിക്കണേ, ഇത് പല തവണ ചോദിച്ചിട്ടുള്ളത് കൊണ്ടാണ് പ്രത്യേകം പറയുന്നത്. എ എന്ന് പറയുന്നത് പ്ലാസന്റയാണ്. എ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? യൂട്രൈൻ വോൾസും അതുപോലെ തന്നെ ഫീറ്റൽ സെൽസ് വെച്ചിട്ടാണ്. എ സൂചിക്കുന്ന ഭാഗത്തിന്റെ ധർമ്മം എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ന്യൂട്രിയൻസ്, ട്രാൻസ്പോർട്ട് ഓഫ് ഓക്സിജൻ, ന്യൂട്രിയൻസ്, വേസ്റ്റ് മെറ്റീരിയൽസ്. ഓക്സിജനും അതുപോലെ പോഷണവും വിസർജ്യ വസ്തുക്കളും സംഭവിക്കപ്പെടുന്നു. ഇതും പ്ലാസന്റയുടെ ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചു വെക്കുക. ആൻഡ് അമ്നിയോട്ടിക് ഫ്ലൂയിഡിന്റെ ഫംഗ്ഷൻ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ, അത് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഈ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് 3 മാർക്കിന് ചോദിക്കുന്നതാണ്, അതുകൊണ്ട് ഈ ചിത്രങ്ങളൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കണം കേട്ടോ. അപ്പൊ സീ യു സൂൺ ഇൻ ദ ലൈവ്. അപ്പൊ ഇന്നത്തെ ലൈവിന്റെ കാര്യം മറക്കരുത്. എല്ലാവരും കൂടുതൽ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ വരുന്ന എല്ലാ സബ്ജക്റ്റിന്റെയും, അതുകൊണ്ട് എല്ലാവരും കറക്റ്റ് 7 മണിക്ക് തന്നെ ലൈവിൽ വരിക. സീ യു സൂൺ.